ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസമാണ് റബീഉൽ അവൽ 12. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഈ ഒരു ദിവസം മുത്തുനബിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടൊരു ദിവസം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസത്തെ എൻ്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. സുബഹ് ബാങ്ക് കൊടുക്കാൻ ഇനി 1 മണിക്കൂർ കൂടിയുണ്ട്. പള്ളിയിൽ നിന്ന് മൗലീദൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്ന് നബിദിനായതുകൊണ്ട് തന്നെ വേഗം കുളിച്ച് വുളു എടുത്ത് നമ്മളെ കയ്യിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് നമ്മളിന്ന് ധരിക്കണം. പിന്നെ ഞാനിതാ ജനലൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ശരിക്കും ഇന്നത്തെ ദിവസത്തിന് എന്തൊരു ഭംഗിയാണില്ലേ കാണാൻ. ഇന്നത്തെ ചന്ദ്രനെ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തൊരു ഭംഗിയിലാണ് നിൽക്കുന്നത്. എനിക്കങ്ങനെ സാഹിത്യപരമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എങ്ങനെയാണ് വിവരിച്ച് തരേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും ഈ പ്രകൃതിക്ക് പോലും റസൂലിൻ്റെ ജന്മദിനമായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ കുളിക്കാൻ പോവാണ്. ഇതാണിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പുതിയൊരു ഡ്രസ്സ്. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് ഇടുന്നത്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി തഹജ്ജുദ് നിസ്കരിക്കണം. അതിൻ്റെ മുന്നേ ഈ പുതിയ ഡ്രസ്സിൽ അത്രയൊക്കെ പുരട്ടുന്നുണ്ട്. ഡ്രസ്സിലും പിന്നെ പ്രയർ ഡ്രസ്സിലും ഒക്കെ പുരട്ടുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി സുബഹ് ബാങ്ക് കൊടുക്കാൻ കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം സ്വലാത്തുകളൊക്കെ ചൊല്ലി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്വലാത്തിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ഏത് സ്വലാത്താണ് നിങ്ങൾ കൂടുതൽ ആയിട്ട് ചൊല്ലാറുള്ളതെന്ന് ഒരു കമൻറ്റ് കണ്ടു. ഞാൻ കൂടുതലായിട്ടും ചൊല്ലാറുള്ളത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്താണ്. അതുപോലെ തന്നെ നാരിയ സ്വലാത്തും സ്വലാത്തുൽ ഫാത്തിഹും ഒക്കെ ചൊല്ലാറുണ്ട്. ഇതിൽ ഓരോ സ്വലാത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നുള്ളത് നമുക്ക് ദുആ ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം. അങ്ങനെ സുബഹ് ബാങ്ക് കൊടുത്തു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് മങ്കൂസ് മൗലിദ് ചൊല്ലുന്ന ചെറിയൊരു ബുക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് പള്ളിയിൽ തന്നെ കിട്ടിയതാണ്. എങ്ങനെയാണ് മങ്കൂസ് മൗലിദ് ഉണ്ടായത് എന്നൊക്കെ ഇതിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പ്ലേഗ് രോഗം വന്ന് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് രചിച്ചതാണ് ഈ മങ്കൂസ് മൗലിദ്. പിന്നെ തുടർന്ന് എല്ലാ ദിവസവും മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യുന്നതിലൂടെ ആ പ്ലേഗ് രോഗത്തിൽ നിന്നും മുക്തി നേടി എന്നതാണ് ഇതിൻ്റെ ചരിത്രം. കൂടുതലായിട്ടും സുന്നി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ മൗലീദൊക്കെ ചൊല്ലാറുള്ളത്. മൗലീദിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളും മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെ മങ്കൂസ് മൗലീദൊക്കെ ചൊല്ലി പിന്നെ കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി. ആ ഒരു സമയത്ത് എൻ്റെ മോനെ എണീച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഞാനില്ലയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവന് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരും. പിന്നെ ആകെ കരച്ചിലാവും, ഉമ്മച്ചിയും ഉറങ്ങാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ നിസ്കരിക്കാൻ നിന്നിട്ടേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അവന് എണീച്ച് വരും. പിന്നെ നിസ്കാരം കഴിയുന്നത് വരെ കരച്ചിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എണീച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് നേരം അവൻ്റെ അടുത്ത് കിടന്നു. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചായയൊക്കെ കുടിക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചായയും ബിസ്ക്കറ്റും ആയിരുന്നു. വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇന്നുണ്ടാക്കിയില്ല. അപ്പോഴേക്കും പിന്നെ എൻ്റെ മോന് എണീച്ചു. പിന്നെ അവനെ കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അവനാണെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല ടെൻഷനായിട്ടിരിക്കുകയാണ്. പിന്നെ അവനെ മദ്രസയിൽ ചേർത്തിയിട്ടില്ല. എന്നാലും നബിദിനത്തിൻ്റെ അന്ന് പതാക ഉയർത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ ഉപ്പയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ എൻ്റെ ഉപ്പ വർക്കിന് പോയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ മദ്രസയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ആരുമില്ല. പിന്നെ നബിദിനത്തിൻ്റെ റാലി ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കൂടെയാണ് പോവുക. അപ്പോൾ അത് കാണാൻ പറ്റും.
ഒരു 7:30 ആകുമ്പോഴേക്കും നബിദിന റാലി ഞങ്ങളെ വീടിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോഴേക്കും ഞാൻ വേഗം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. പിന്നെ ഞാനിതാ നബിദിനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് മിഠായിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ ലഡു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാനാണ് മനസ്സിൽ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എന്നെക്കൊണ്ടത് നടക്കില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ശരിയാവുമായിരിക്കും. എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു പാക്കറ്റ് മിഠായി ആണെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പ്രത്യേകിച്ചും നമ്മളെ മുത്തുനബിയുടെ ജന്മദിനത്തിൻ്റെ അന്ന്. അങ്ങനത്തെ റാലി നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം 7:30 ഒക്കെ ആകുമ്പോഴേക്കും ഇവിടേക്ക് എത്താറുണ്ട്. ഇത്തവണ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ റാലി കാണുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷം തോന്നും. മദ്രസയിലുള്ള കുട്ടികളും ഉസ്താദുമാരും പിന്നെ നമ്മളെ നാട്ടിലുള്ള ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ എല്ലാ വീടുകളിൽ നിന്നും നബിദിനത്തിന് ഒരു പാക്കറ്റ് മിഠായിയെങ്കിലും കൊടുക്കും. പിന്നെ ചില വീട്ടിൽ നിന്നൊക്കെ പായസം, കേക്ക്, ലഡു, പിന്നെ നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ തന്നെ നബിദിന റാലി തിരിച്ചു പോവാണ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ചെറിയ കുട്ടികളെ ദഫൊക്കെ കളിപ്പിച്ചിരുന്നു. മാഷാ അല്ലാഹ് നല്ല രസമായിട്ടാണ് അവർ കളിച്ചതൊക്കെ. ഇന്ന് ഉച്ചക്കുള്ള ചോറ് നെയ്ച്ചോറാണ്. അത് നമുക്ക് മദ്രസയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനി അതിലേക്കുള്ള കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഉമ്മ ഇവിടെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. നെയ്ച്ചോറിലേക്ക് ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉമ്മദാ ബീഫ് കറി റെഡിയാക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെതാ മദ്രസയിൽ നിന്ന് നമുക്കിപ്പോൾ ചോറൊക്കെ കിട്ടിയിട്ടുണ്ട്. കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അൽഹംദുലില്ലാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ. ഇനി മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡും കഴിച്ചു. ഞങ്ങൾക്കിനി മദ്രസയിൽ വെച്ചിട്ട് നബിദിനത്തിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണം. എൻ്റെ മാമൻ്റെ മക്കളെ പരിപാടി ഉണ്ട്. അവർക്ക് ദഫും പാട്ടും പിന്നെ സ്കൗട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് മദ്രസ. അതുകൊണ്ട് തന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഇന്ന് റബീഉൽ അവ്വൽ 12 ആയതുകൊണ്ട് തന്നെ നല്ല നിലാവുള്ളൊരു രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളവരും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ നടക്കുന്നത്. മാഷാ അല്ലാഹ് ഇപ്രാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ നിറയെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ മദ്രസ എത്തിയിട്ടുണ്ട്. ഈ ഒരു മദ്രസയിലാണ് ഞാനും പഠിച്ചിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കാലത്തെ നല്ല നല്ല ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വന്നു. ഇപ്പോൾ ദാ ഈ സ്റ്റേജിലുള്ളത് എൻ്റെ മാമൻ്റെ മോനാണ്. അവൻ 2ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. പിന്നെ അവൻ്റെ തന്നെ ദഫുണ്ടായിരുന്നു. ഈ ചെറിയ കുട്ടികളെല്ലാവരും നല്ല രസമായിട്ടാണ് കേട്ടോ കളിച്ചതൊക്കെ. മാഷാ അല്ലാഹ്. പിന്നെ ഇതും എൻ്റെ മാമൻ്റെ മൂത്ത മോൻ്റെ പരിപാടിയാണ് കേട്ടോ, സ്കൗട്ട്. ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല അടിപൊളിയായിട്ടാണ് അവർ കളിച്ചതൊക്കെ. അങ്ങനെ പരിപാടിയൊക്കെ ഞങ്ങളൊരു 12 മണി വരെ ഇരുന്ന് കണ്ടു. പിന്നെ മോൻക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം.